രോഗം സുഖപ്പെടുത്തണേ റഹ്മാനേ. ഓപ്പറേഷൻ വിധിച്ച് വളരെ വിഷമിക്കുന്നവരുണ്ട്, ഓപ്പറേഷൻ ഇല്ലാതെ സുഖപ്പെടുത്തണേ റഹ്മാനേ. ടെസ്റ്റിന് പോകാൻ ഒരുങ്ങിയവരുണ്ട്, ടെസ്റ്റ് ചെയ്തവരുണ്ട്. റബ്ബേ ഹൈറായ റിസൾട്ട് നൽകണേ റഹ്മാനേ. റബ്ബേ ജോലി ആവശ്യം വിദേശത്ത് പോകാൻ സംവിധാനം ഒരുങ്ങാത്തവരുണ്ട്, ആവശ്യമുള്ളത് നീ എളുപ്പം ചെയ്യണേ റഹ്മാനേ. വിദേശത്ത് വിഷമിക്കുന്നവരുണ്ട്, നീ ആ വിഷമം തീർത്തു കൊടുക്കണേ റഹ്മാനേ. നാട്ടിൽ തന്നെ ജോലികളിലും ബിസിനസ്സുകളിലുമൊക്കെ വളരെയേറെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അനുഭവിച്ച് ബറക്കത്ത് നിന്നിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന ബിസിനസ്സുകാരും ജോലിക്കാരും പലരുമുണ്ട്, നീ അവർക്ക് ബറക്കത്ത് നൽകണേ റഹ്മാനേ. കടമുണ്ട് റബ്ബേ, വലിയ കടങ്ങൾ നീ വീട്ടിക്കൊടുക്കണേ റഹ്മാനേ. ഞങ്ങളെ സ്ഥാപനങ്ങളുടെ കടങ്ങളും വീട്ടിത്തരണം റഹ്മാനേ. ഞങ്ങളെ സ്നേഹിതന്മാരുടെ മക്കൾ പലരും രോഗികളുണ്ട്, അവരെ രോഗങ്ങൾ സുഖപ്പെടുത്തണം റഹ്മാനേ. ഒരു 100 ദിക്ർ കൂടി നമുക്ക് ചൊല്ലാൻ, അത് ചൊല്ലിയിട്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് ദുആ ചെയ്യാം. ഒരുപാട് ആളുകൾ ദ്വാരക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഇന്ന് നേരം വെളുത്തതിന് ശേഷം തന്നെ ഒരുപാട് ആളുകൾ ഇവിടെ നേർച്ചകളും സ്വത്തുക്കളും കൊണ്ടുവന്ന് ദ്വാരക്കാൻ പറഞ്ഞിട്ടുണ്ട്. അല്ലാഹുവേ മരിച്ചവരെല്ലാവരും ഖബറിനെ നീ സന്തോഷത്തിലാക്കണം റഹ്മാനെ. അതുപോലെ ഒരുപാട് ആളുകൾ ദ്വാരക്കാൻ പറഞ്ഞിട്ടുണ്ട്. എല്ലാവർക്കും വേണ്ടി ഇൻഷാ അല്ലാഹ് നമുക്ക് ദ്വാരക്കാം. നമ്മുടെ സയ്യിദ് സഖാഫിൻ്റെ ബാപ്പ ഒരു ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് ഉണ്ട്, അല്ലാഹു തആല പരിപൂർണമായി സുഖപ്പെടുത്തട്ടെ. അതുപോലെ മുത്തലിബ് ഉസ്താദിൻ്റെ മകനൊരു ചെറിയ അസുഖം, എൻ്റെ അനുജൻ്റെ കുട്ടിക്ക് ഒരു ചെറിയ അസുഖം, അല്ലാഹു എല്ലാം പൂർണ്ണമായി സുഖപ്പെടുത്തട്ടെ. അതുപോലെ ഹോസ്പിറ്റലിൽ കിടക്കുന്ന പലർക്കും വേണ്ടി ദ്വാരക്കാൻ പറഞ്ഞിട്ടുണ്ട്. പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളുണ്ട്, MBBS പാസ്സായി ഇട്ടുള്ള കുട്ടികൾ നമ്മുടെ ഈ സദസ്സിലുണ്ട്. നമ്മുടെ ഫൂറാജിയുടെ മകൻ, അദ്ദേഹം മസ്കത്തിൽ നമ്മുടെ ഈ സ്ഥാപനത്തിന് ഇതിൻ്റെ തുടക്കകാലത്ത് എന്നോട് വല്ലാതെ സഹകരിച്ച, ഞാൻ വിചാരിച്ചതിലും അകമഴിഞ്ഞുകൊണ്ട് സഹകരിച്ച ഒരാളാണ്. അല്ലാഹു അദ്ദേഹത്തിനും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനും ബർക്കത്ത് ചെയ്യട്ടെ. അദ്ദേഹത്തിൻ്റെ മകൻ MBBS കഴിഞ്ഞിട്ട് ഇനി മേലോട്ട് പഠിക്കാനുള്ള സംവിധാനങ്ങളും കാര്യങ്ങളൊക്കെ ചിന്തിക്കുന്നുണ്ട്, അല്ലാഹു അദ്ദേഹത്തിന് ബർക്കത്ത് ചെയ്യട്ടെ. അതുപോലെ പഠിച്ച ഒരുപാട് ആളുകൾ, പഠിച്ചുകൊണ്ടിരിക്കുന്നവർ, പരീക്ഷ ഉള്ളവർ, അങ്ങനെ പലരും ദ്വാരക്കാൻ പറഞ്ഞിട്ടുണ്ട്. എല്ലാവർക്കും വേണ്ടിയും ദ്വാ ചെയ്യുന്നു. നമ്മുടെ മേപ്പയൂർ സിറാജുൽ ഹുദ സ്ഥാപിക്കാൻ വേണ്ടി സ്ഥലം വാങ്ങുന്ന അവസരത്തിലൊക്കെ വലിയ സഹായം ചെയ്ത് നമ്മുടെ അബ്ദുറസാഖ് ഹാജിയുണ്ട്, അല്ലാഹു അദ്ദേഹത്തിൻ്റെ ബിസിനസ്സിലും ജോലിയൊക്കെ ബർക്കത്ത് ചെയ്യട്ടെ. അതുപോലെ തുടങ്ങിയിട്ട് ഇന്ന് നേരം വെളുത്തതിന് ശേഷം ഞാൻ നിങ്ങളോട് ഒരു സന്തോഷ വാർത്ത പറയുന്നു. ആ സന്തോഷ വാർത്ത നിങ്ങളോട് പറയുന്നത് വെറുതെ പറയല്ല, നിങ്ങളൊക്കെ അതിന് ദ്വാരക്കണമെന്ന്. രണ്ടാമത്തെ കഴിയുന്നവർ സഹായിക്കുകയും ചെയ്യണം. അതിനുവേണ്ടി പറയാണ്, ഈ പള്ളിൻ്റെ നേരെ ബേക്കിൽ ഉള്ള ഒരു സ്ഥലമുണ്ട്, ഒരു 30 സെൻറ്റോളം സ്ഥലമുണ്ട്. ആ സ്ഥലം പലപ്പോഴും എന്നോട് വിൽക്കുന്നതിന് ഒരിക്കലും നമ്മളടുത്ത് പൈസ ഉണ്ടാവില്ല. അങ്ങനെ വാങ്ങാണ്ട് പോയി അങ്ങനെ പോയി വെള്ളം ഇവിടെ വില ഇങ്ങനെ കൂടി വന്നു. ഈ പള്ളി നിൽക്കുന്ന സ്ഥലം നമ്മൾ സെൻറ്റ് 19,000 രൂപയ്ക്ക് വാങ്ങിയതാണ്. ഇപ്പം ഈ പള്ളി നിൽക്കുന്ന സ്ഥലം വിൽക്കുകയാണെങ്കിൽ സെൻറ്റിന് 10 ലക്ഷം കിട്ടും. പക്ഷേ വിൽക്കാൻ പറ്റൂലല്ലോ, പള്ളിക്കുന്ന സ്ഥലം വിൽക്കാൻ പറ്റും. അതുപോലെ നമ്മുടെ സ്ഥാപനം നിൽക്കുന്ന സ്ഥലമൊന്നും വിൽക്കാൻ പറ്റൂല. അപ്പോൾ നമുക്ക് കടമുണ്ട് എന്ന് പറയും. ഇന്നാൾ ഒരാൾ എന്നോട് പറഞ്ഞു, നിങ്ങളിങ്ങനെ എല്ലാ പ്രസംഗത്തിലും കടമുണ്ട് എന്ന് എന്നിട്ട് ചങ്ങാതി ചോദിച്ചിട്ട് ഇയാളോട് ആരാ കടം വാങ്ങാൻ പറഞ്ഞത്, ഇയാളോട് ആരാ കടം വാങ്ങാൻ പറഞ്ഞ കടമുണ്ടെന്ന് ഇയാൾ ഇതിനാ പറയുന്നത് എന്ന് ഒരാൾ ചോദിച്ചു. ഞാൻ പറഞ്ഞു, കൊടുക്കാത്തവനെ അങ്ങനെ പറയുള്ളൂ, കൊടുക്കൊന്നും പറയൂല, കൊടുക്കുന്നവർത്തന്നെ പറയൂല, ഒരു കയ്യിൽ നിന്ന് കൊടുക്കുകയുള്ളൂ, ഒരാൾ പറയൂല. ഞാൻ പേരാമ്പരമുള്ള രാജ്യാരുണ്ട്, അയാളോട് ഞാൻ പറഞ്ഞു, വലിയ കടം വാങ്ങിയിട്ട് മേപ്പി ഒരു സ്ഥലം എടുത്തിട്ടുണ്ട് രാജ്യാരെ, ഒരുപാട് 10-30 ലക്ഷം രൂപ കടന്ന് 30 ലക്ഷം അന്ന് കടയുള്ളൂ, ഇന്ന് 3 കോടിയോളം കടമുണ്ട്. അല്ലാഹു തആല എല്ലാ കടം വീട്ടിൽ നിങ്ങൾ ബേജാറൊന്നും വേണ്ട, എടുത്ത സ്ഥലം വിറ്റാൽ 10 കോടി കിട്ടും, പക്ഷെ വിൽക്കാൻ പറ്റില്ല എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞത്, അപ്പോൾ ഹാജിയാർ നമ്മുടെ സക്കാഫിനോട് പറഞ്ഞു, ദുബായിലാണ് അയാൾ, ദുബായിലുള്ള സക്കാഫിനോട് പറഞ്ഞു, കൈപ്പുറ സക്കാഫിനോട് പറഞ്ഞു, അയാൾ 10-40 ലക്ഷം രൂപ കടായി എന്ന് എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ വല്ലാതെ ആയിപ്പോയി. പഠിച്ചോനെ, അയാളെ മോളെ വാങ്ങിക്കാനും അയാളെ മകളെ കെട്ടിക്കാനോ അല്ലെ അയാളെ മക്കളെ വിവാഹത്തിന് അയാളെ പുരക്ക് വേണ്ടി ഒന്നുമില്ല കടം വാങ്ങി, അയാൾ ദീനിന് വേണ്ടി വാങ്ങിയല്ലേ എന്ന് വെച്ചിട്ട് ഞാൻ വല്ലാതെ വിഷമിച്ചു. 50,000 രൂപ അയാൾ തരുകയും ചെയ്തിരിക്കുന്നു. തരുന്നവനെ പറയൂല, തരുന്നാൽ നല്ലത് പറയുള്ളൂ. തരാത്തവനാ ചോദിക്കുക, ഇയാളോടാ കടാക്കാൻ പറഞ്ഞത് എന്ന് ചോദിക്കുന്നു. തരാത്തവനെ, കൊടുക്കാത്തവനെ പറയുള്ളൂ, കൊടുക്കുന്നവൻ പറയൂല. കൊടുക്കുന്നവൻ അയാളെ കൊണ്ട് കയ്യിൽ നിന്ന് ചെയ്യും, അങ്ങനെ ചെയ്യുള്ളൂ. അപ്പം ഞാൻ പറഞ്ഞത്, ഇതിൻ്റെ നേരെ ബേക്കിലെ സ്ഥലം 2 കൊല്ലം മുമ്പ് അത് വിൽക്കുന്നതെന്ന് പറഞ്ഞു. അതിന് മുമ്പേ പലപ്പോഴും പറഞ്ഞെടുക്കാൻ കഴിയാത്തതുകൊണ്ടാണ് അങ്ങനെ വിൽക്കുന്നത്. അപ്പോൾ അതിന് അന്ന് ഒരു 3 ലക്ഷത്തി ഉറുപ്പിയോളം അതിന് സെൻറ്റിന് വരും. 3 ലക്ഷം ഉറുപ്പിയോളം അതിൻ്റെ സെൻറ്റിന് വില വരും. 3,10,000 15,000 അങ്ങനെ അങ്ങനെ വില വരും. അപ്പം ഞാൻ എന്ത് ചെയ്തു, നമ്മുടെ ഒരു സ്നേഹിതന്മാർ, അവർ കുറേ ബിസിനസ് നടത്തുന്ന ചെറുപ്പക്കാരാണ്. അല്ലാഹുവേ അവർക്ക് നീ ബർക്കത്ത് ചെയ്യണം റഹ്മാനെ. ഞാൻ ആത്മാർത്ഥമായി ദുആ ചെയ്യുന്നു. നിങ്ങൾ മനസ്സിലാക്കണം, 2 ദിവസം മുമ്പ് എന്നോട് അവർ വിളിച്ചിട്ട് ഒരു സംഗതി പറഞ്ഞു. അത് ഒരു വലിയ സംഗതി പറഞ്ഞു. അത് സാധുക്കളെ സഹായിക്കാൻ വേണ്ടി ഒരു ചെറിയ സംഖ്യ തരാൻ പറഞ്ഞു. ചെറിയ സംഖ്യയാണ്, വലിയ സംഖ്യയല്ല. അവരെ സംബന്ധിച്ചിടത്തോളം, എന്നെ സംബന്ധിച്ചിടത്തോളം വലിയ സംഖ്യയാണ്. വലിയ മുതലാളിമാരെ സംബന്ധിച്ചിടത്തോളം വലിയ സംഖ്യ ആയിരിക്കില്ല. അങ്ങനെ ഒരു സംഖ്യ തരാൻ എനിക്ക് ഭയങ്കര സന്തോഷമായി. അൽഹംദുലില്ലാഹ്, ഇന്ന് പകൽ തന്നെ നേരം വെളുത്തതിന് ശേഷം വളരെ പാവപ്പെട്ട ആളുകൾക്ക് ഞാൻ അതിൽ നിന്ന് കൊടുത്തു, ഇന്നലെ കൊടുത്തു. അപ്പോൾ അത് വലിയ സന്തോഷമായി.
സാധുക്കൾ വന്ന് സങ്കടം പറയും, എന്തെങ്കിലും കൊടുക്കാൻ സാധിച്ചാൽ വലിയ സന്തോഷമാണല്ലോ. അപ്പോൾ അവരോട് ഞാൻ പറഞ്ഞു, നിങ്ങൾ പൈസ തൽക്കാലം സഹായിക്കണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അഡ്വാൻസ് കൊടുക്കാൻ വേണ്ടി അവരോട് സംഖ്യ കടം വാങ്ങി. അങ്ങനെ പലരോടും കടം വാങ്ങി. അങ്ങനെ സ്ഥലം 3-4 ആളെ പേരിൽ, ആളുകളുടെ പേരിൽ രജിസ്റ്റർ ചെയ്തിട്ടു. സിറാജുലുദ്ദീൻ്റെ പേരിൽ രജിസ്റ്റർ ചെയ്യാൻ ധൈര്യം ഇല്ലാത്തതുകൊണ്ട് രജിസ്റ്റർ ചെയ്യാതെ 3-4 ആളെ പേരിൽ രജിസ്റ്റർ ചെയ്തിട്ടു. അന്ന് അത് രജിസ്റ്റർ ചെയ്തിട്ടു. അൽഹംദുലില്ലാഹ് അങ്ങനെ കഴിഞ്ഞ് ഇവിടെ വില ഇങ്ങനെ കൂടി വന്ന് ഇപ്പം കഴിഞ്ഞ ആഴ്ച എന്നോട് ഒരാൾ അതിന് സെൻറ്റിന് 7 ലക്ഷം റുപ്യ വില പറഞ്ഞു. 3 ലക്ഷത്തിനെടുത്ത സ്ഥലം. അപ്പോൾ ആദ്യം വലിയ സംഖ്യ കടം വാങ്ങിയ ആളുണ്ടല്ലോ, അയാളോട് ഞാൻ ചോദിച്ചപ്പോൾ അയാൾ എന്നോട് പറഞ്ഞു, നമുക്ക് കൂടുതലൊന്നും തരണ്ട, തന്ന സംഖ്യ മാത്രമേ തന്നേച്ചാൽ മതി, കൂടുതൽ തരണ്ട, നിങ്ങൾ ഇഷ്ടം പോലെ ചെയ്യാം. അവരെ സംഖ്യ തൽക്കാലം വേറെ ചില സ്ഥലത്ത് നിന്ന് കടം വാങ്ങിയിട്ട് അവരെ കൊടുത്ത്, അങ്ങനെയാണ് പരിപാടി. അത് അവരെ കൊടുത്ത് ഈ സ്ഥലം ഇപ്പോൾ രജിസ്റ്റർ ചെയ്ത് വാങ്ങണമെങ്കിൽ ഇപ്പം നമുക്ക് 90 ലക്ഷം റുപ്യ ചുരുങ്ങിയത് വേണം. 30 സെൻറ്റിന് 90 ലക്ഷം റുപ്യയാണ്. അതിനും ഒരാളെന്നെങ്കിൽ തന്നാൽ അൽഹംദുലില്ലാഹ് ഖൈർ. അങ്ങനെ ആയിരിക്കും അല്ലാഹു തൗഫീഖ് ഞങ്ങൾ വിചാരിക്കി നമുക്ക് വേറെ സ്ഥലം എടുക്കാം. അള്ളാഹ്ക്ക് എന്താ അങ്ങനെ തന്നൂടെ? അള്ളാഹിൻ്റെ ഖജനാവ് വലുതല്ലേ? അള്ളാഹു തആല അത് പൂർണ്ണമായിട്ട് അതിന് വരുന്ന സംഖ്യ അതിൻ്റെ തൊട്ടും ഞാനിപ്പം കുറഞ്ഞ സ്ഥലം കൂടി എടുത്തിട്ടുണ്ട്. അത് സെൻറ്റ് 5.5 എടുത്ത്, കാരണം ഒന്നും കൂടി റെഡിയാക്കേണ്ടിയിട്ട് എടുത്തതാണ്. അതിനും വേറെ പൈസ കിട്ടണമല്ലോ. അപ്പോൾ അത് അള്ളാഹു തആല ഒരാൾ കൊണ്ടേ തരാൻ അള്ളാഹു തോന്നിപ്പിച്ചാലോ അൽഹംദുലില്ലാഹ് ഖൈർ. ഇല്ല ഞാൻ കടത്തിലായി പോകും, അള്ളാഹു തആല നമ്മളെ കടമൊക്കെ വീട്ടിൽ തരട്ടെ. നിങ്ങൾ ദ്വാരക്കണം അതിന് വേണ്ടി പറയണം. എല്ലാവർക്കും ഇപ്പോൾ നിങ്ങളിപ്പോൾ ഒരു സെൻറ്റിൻ്റെ പൈസ 3 ലക്ഷങ്ങളൊക്കെ തരുമെന്ന് വിചാരിക്കുക, അതിലധികം തരൂല്ലല്ലോ. അപ്പോൾ ഇന്ന് വൈകുന്നേരം വന്നിട്ട് ഒരാൾ 50,000 റുപ്യ തന്നിട്ട് ബാക്കി ഇൻഷാ അല്ലാഹ് 2.5 ലക്ഷം കൂടി അവർ തരും എന്ന് ഏറ്റു. അവർ ഈ ദിക്റിൻ്റെ സദസ്സിൽ കുറേ പങ്കെടുത്തു, അവർ പോയി. അല്ലാഹു സുബ്ഹാനഹു വ തആല പങ്കെടുത്തവരും അവരുടെ കൂട്ടത്തിൽ തിരക്കുള്ളോട്ട് പോയവരുണ്ടാവും. അല്ലാഹു തആല അവർക്ക് ബർക്കത്ത് ചെയ്യട്ടെ. അങ്ങനെ 3 ലക്ഷം ഒരാൾ തരാം. ഇനിയും കിട്ടണം അതിന് 29 സെൻറ്റിൻ്റെ പൈസ ഇനിയും കിട്ടണം. അതിന് തന്നെ 50 കിട്ടിയില്ല, 2.5 പിന്നെ അവരെ തന്നെ കിട്ടണം. അല്ലാഹു അവർക്ക് കൊടുക്കാൻ ഇനി തൗഫീഖ് ചെയ്യട്ടെ. അപ്പോൾ നല്ല സംഖ്യ വേണം. കോടിക്കണക്കിന് റുപ്യ കടയുണ്ട്. അതൊക്കെ ഇപ്പം തീരണം. ഇപ്പം റമദാനാണ്. അതുകൊണ്ട് റമദാനെ സംബന്ധിച്ച് നിങ്ങളോടൊക്കെ 1 ലക്ഷം